ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ വാർത്ത. OROP 3 റിവിഷനിൽ വന്നിട്ടുള്ള ചില പോരായ്മകൾ തിരുത്താൻ PCDA തീരുമാനിച്ചിരിക്കുന്നു. OROP 3 റിവിഷന്റെ PPOയിൽ മാറ്റം. പുതിയ ഹൊറിസോണ്ടൽ PPO ലഭിക്കും. അതോടൊപ്പം പെൻഷനിൽ വലിയ വർധനവും ലഭിക്കും. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. നമുക്കെല്ലാം അറിയാവുന്നതാണ്, OROP ഇംപ്ലിമെൻറ്റേഷനിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. OROPയിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്താനായി എക്സ് സർവീസ്മെൻ സംഘടനകളും അതോടൊപ്പം വിമുക്ത ഭടന്മാർ CP ഗ്രാംസ് വഴിയും പരാതികൾ അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. OROP 3യിൽ വന്ന വലിയ ഒരു മിസ്റ്റേക്കാണ് ടേംസ് ഓഫ് എൻഗേജ്മെൻ്റ് അനുസരിച്ചുള്ള പെൻഷൻ. സർക്കുലർ നമ്പർ 555 OROP 1ൻ്റെ സർക്കുലറിൽ TOE അഥവാ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് നൽകിയിരുന്നു. ഇതനുസരിച്ച് ആർമിയിൽ നിന്നും വിരമിച്ച സുബേദാർ മേജർ ഹോണററി ലെഫ്റ്റനൻറ്റിൻ്റെ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് 30 മെയ് 1998 ശേഷം വിരമിച്ചവരുടേത് 21 മുതൽ 30 വർഷമായി ഫിക്സ് ചെയ്തിരുന്നു. എന്നാൽ 30 വർഷത്തിന് മുകളിൽ സർവീസ് ചെയ്തവർ ധാരാളം ഉണ്ടെങ്കിലും OROP 3 ടേബിൾ അനുസരിച്ച് 30 വർഷം സർവീസ് ചെയ്ത ഹോണററി ലെഫ്റ്റനൻറ്റിൻ്റെ ബേസിക് 41,200 രൂപയാണ്. 32 വർഷം സർവീസ് ചെയ്ത ഹോണററി ലെഫ്റ്റനൻറ്റിൻ്റെ ബേസിക് 42,625 രൂപയും 32.5യും അതിൽ കൂടുതലും സർവീസ് ചെയ്ത ഹോണററി ലെഫ്റ്റനൻറ്റേത് 46,300 എന്നാൽ ടേംസ് ഓഫ് എൻഗേജ്മെൻ്റ് അനുസരിച്ച് 1998 ശേഷം വിരമിച്ച ഹോണററി ലെഫ്റ്റനൻറ്റ് 30 വർഷത്തിൽ കൂടുതൽ സർവീസ് ചെയ്താലും 30 വർഷം അടിസ്ഥാനമാക്കിയുള്ള 41,200 രൂപയെ ബേസിക്കായി ലഭിക്കൂ. അതായത് ഏകദേശം 1,425 രൂപ മുതൽ 5,100 രൂപ വരെ ഇതുമൂലം ബേസിക്കിൽ കുറവ് വരുന്നുണ്ടായിരുന്നു. സുബേദാർ മേജർ ഹോണററി ലെഫ്റ്റനൻറ്റിൽ വിരമിച്ചവർക്കാണ് ഇതുമൂലം നഷ്ടമുണ്ടായത്. ഇത് സംബന്ധിച്ച് CP ഗ്രാംസ് വഴി ധാരാളം പരാതികൾ PCDAക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ PCDA 3 ഡിസംബർ 2024 CP ഗ്രാംസ് വഴി പരാതി നൽകിയവർക്ക് അയച്ച മറുപടിയാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഹെഡിങ് OROP 3 അനുസരിച്ച് 1 ജൂലൈ 2024 മുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച സുബേദാർ മേജർ ഹോണററി ലെഫ്റ്റനൻറ്റിൻ്റെ പെൻഷൻ സംബന്ധിച്ച്. OROP 3 അനുസരിച്ച് വന്ന പെൻഷൻ ടേബിളിൽ മാക്സിമം ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് കണക്കാക്കുന്നത് സർക്കുലർ നമ്പർ 555ൻ്റെ അപ്പൻഡിക്സ് X അനുസരിച്ചാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് സുബേദാർ മേജർ ഹോണററി ലെഫ്റ്റനൻറ്റേത് 30 മെയ് 1998 മുതൽ വിരമിച്ചവരുടേത് 33 വർഷമായി കണക്കാക്കുന്നതാണ്. ഇതനുസരിച്ച് വർദ്ധിച്ച പെൻഷനും അരിയേഴ്സും അർഹരായ പെൻഷനേഴ്സിന് ലഭിക്കും. ഇതാണ് PCDAയുടെ മറുപടി. ഇതനുസരിച്ച് സുബേദാർ മേജർ ഹോണററി ലെഫ്റ്റനൻറ്റിൽ വിരമിച്ചവർ അവർ ചെയ്ത സർവീസ് കാലാവധി അനുസരിച്ച് കൂടിയ പെൻഷൻ തന്നെ അവർക്ക് ലഭിക്കും. ഇതനുസരിച്ച് ടോട്ടൽ പെൻഷനിൽ സർവീസ് പെൻഷനേഴ്സിന് 2,180 മുതൽ 7,800 രൂപ വരെ പെൻഷനിൽ മാസം വർധനവുണ്ടാകും. ഇവരുടെ OROP 3 അനുസരിച്ചുള്ള പുതിയ ഹൊറിസോണ്ടൽ PPOയും താമസിയാതെ ലഭിക്കുന്നതാണ്. PPO ജനറേറ്റ് ആയതിനു ശേഷം പുതുക്കിയ പെൻഷൻ്റെ ജൂലൈ മുതലുള്ള അരിയേഴ്സും ലഭിക്കും. ഫാമിലി പെൻഷനേഴ്സിന് 1,000 മുതൽ 4,000 രൂപ വരെ പെൻഷനിൽ വർധനവുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.